ഇതൊരു പ്രാർത്ഥനയാണ്. തീർത്തും ദൈവാനുഭവം നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. പരിശുദ്ധ കന്യകാമറിയം സഞ്ചരിച്ച വഴിയിലൂടെ ആദ്യത്തെ കുരിശിൻ്റെ വഴിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള യാത്ര. ഈ യാത്രയിൽ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മായാത്ത ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവിൻ്റെ കാൽപ്പാടുകൾ അനുഗമിച്ചുകൊണ്ട് അവിടുത്തെ നന്മ പ്രവൃത്തികളിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടും. കണ്ടാലോ മോഹശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടും. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ റോമൻ ഗവർണറായ പീലാത്തോസ് ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന ന്യായാസനത്തിങ്കൽ ഉപവിഷ്ടനാകുന്നു. ഒരു കുറ്റവാളിയെ എന്നതുപോലെ പടയാളികൾ യേശുവിനെ ബന്ധിച്ച് പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അവിടുത്തെ ഒന്ന് നോക്കുവാൻ പോലും ആർക്കു കഴിയും? അവഹേളനത്തിന്റെ കൂരമ്പുകളായി തലയിൽ കാരമുൾമുടി, ഉണങ്ങി വരേണ്ട അധരങ്ങൾ, നിഷ്ഠൂരമായ ചമ്മട്ടിയടിയേറ്റു മുറിഞ്ഞ ശരീരം, മേനിയിൽ നിന്നും വാർന്നൊഴുകുന്ന രക്തത്തിൽ നനയുന്ന വസ്ത്രങ്ങൾ, വിറയ്ക്കുന്ന കൈകാലുകൾ, മനസ്സിൽ പ്രിയമുള്ളവർ തന്നെ ഉപേക്ഷിച്ചു പോയ ദുഃഖം. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകൾ കഴുകിക്കൊണ്ട് പീലാത്തോസ് ഈശോയെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കുറ്റമില്ലാത്തവൻ കൊടും പാപിയായി വിധിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ പോലും മനുഷ്യപുത്രൻ നിശബ്ദനായി നിൽക്കുന്നു.
Eden man vainantun Yesusin pilkom. Ratseka paraba. O Yeshua. Kri Meshiacha. Ula Meshiacha. Urame. Uchalel. Chetzi paraba. Chetzi paraba. Chetzi paraba. Man min tränar sig sin pilkom. Sig sin barabba! ഭാരമേറിയ മരക്കുരിശ് പടയാളികൾ നാഥന്റെ തിരുത്തോളിൽ വയ്ക്കുന്നു. ഭാരത്താൽ അവിടുന്ന് മുൻപോട്ടു കുനിയുന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിക്കുന്നു. വിറയ്ക്കുന്ന കൈകളെ ബലപ്പെടുത്തി കുരിശും താങ്ങിക്കൊണ്ട് അവിടുന്ന് മനുഷ്യപാപത്തിന്റെ പരിഹാരയാത്ര ആരംഭിക്കുന്നു. വേച്ചു വേച്ച് ചുവടുവയ്ക്കുന്ന നാഥന്റെ ചുറ്റും നോക്കുക. സ്വന്തമെന്നു പറയാൻ ആരുമില്ല. യൂദാസ് അവിടുത്തെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. ഓശാന ഗീതികൾ പാടി എതിരേറ്റ നഗരവാസികൾ ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ ഏകാഗിയാകുന്നവർക്ക് പ്രതീകമായി അവൻ നടക്കുന്നു. ഉയർന്നു നിൽക്കുന്ന മല, കല്ലുകൾ നിറഞ്ഞ പാത, നിലം മുട്ടി ഉരയുന്ന നീണ്ട കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. തിരുനാഥൻ കുരിശോടുകൂടെ നിലത്തു വീഴുന്നു. കാൽമുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യഹൂദ പ്രമാണികൾ പരിഹസിക്കുന്നു. പടയാളികൾ അവിടുത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. ചുറ്റുമുള്ള ജനം അട്ടഹസിക്കുന്നു. അവിടുന്ന് ഒരു വാക്കുപോലും ഉരുവിടുന്നില്ല. ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു. ഞാൻ വലത്തുവശത്തേക്ക് നോക്കി, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല. വേദനകളും കഷ്ടതകളും നിറഞ്ഞ നേരത്ത് പ്രിയപ്പെട്ടവർ പോലും നിന്നെ ഉപേക്ഷിച്ചു എന്ന ദുഃഖമാണോ നാഥ നിന്നെ വീഴ്ത്തിയത്? കുരിശുമായി കാൽവരിയിലേക്ക് നീങ്ങുന്ന മകന്റെ അരികിലേക്ക് നീറുന്ന ഹൃദയവുമായി അമ്മ ഓടിയണയുന്നു. അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. മാതൃഹൃദയത്തിന്റെ ദുഃഖം കണ്ണീരായി അണപൊട്ടിയൊഴുകുന്നു. വേർപാടിന്റെ വേദനയിൽ ഒന്നും സംസാരിക്കാനാകാതെ മകനും വിങ്ങിപ്പൊട്ടുന്നു. പരസ്പരം ഉള്ളും ഉള്ളതുമറിയുന്ന 2 ഹൃദയങ്ങൾ. മകന്റെ പ്രാണപീഡ അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മ ഏകയാകുമല്ലോ എന്ന ദുഃഖം മകന്റെ വേദന വർദ്ധിപ്പിക്കുന്നു. നിറകണ്ണുകളോടെ
മകന്റെ മുഖം നോക്കി നിൽക്കുന്ന അമ്മേ, ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഞ്ഞിന്റെ മുഖം പോലും കാണാതെ ഉപേക്ഷിച്ചും ഗർഭപാത്രത്തെ മറ്റൊരു ഗാകുൽത്തായാക്കിയും ശ്രേഷ്ഠമായ മാതൃത്വത്തെ നിന്ദിക്കുന്ന ഈ ലോകത്തിനു വേണ്ടി നീ ക്ഷമാപണം നടത്തുകയാണോ? ഈശോയ്ക്ക് കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല. അവിടുന്ന് പാതി വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് തീരുമാനിച്ച യഹൂദർ നാട്ടിൻപുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്ന ശിമയോനെ കുരിശ് ചുമക്കുവാൻ നിർബന്ധിക്കുന്നു. കിറേനക്കാരനായിരുന്ന അയാൾ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കാൻ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് അയാൾക്ക് ആ കുരിശ് മധുരമുള്ളതും ഭാരം ലഘുവുമായി തോന്നിയിരിക്കാം. ആൾക്കൂട്ടത്തിൽ നിന്നും ഏകാകിനിയായി ഈശോയുടെ പക്കലേക്ക് കടന്നുവരുന്ന ഒരു സ്ത്രീ, ഭക്തയായ വേറോനിക്ക. ആരാലും നിർബന്ധിക്കപ്പെടാതെയും സ്വന്തം രക്ഷ കാക്ഷിക്കാതെയും മറ്റുള്ളവരുടെ പരിഹാസത്തിന് ചെവി കൊടുക്കാതെയും അവൾ ഈശോയെ സമീപിക്കുന്നു. അവളുടെ നിഷ്കളങ്കമായ മനസ്സിന് മുൻപിൽ പ്രതിബന്ധങ്ങളില്ല. പരമാർത്ഥ ഹൃദയം അവിടുത്തെ മുഖം ദർശിക്കുന്നു. അവൾ ഭക്തിപൂർവം ഒരു തൂവാലയെടുത്ത് രക്തം പുരണ്ട അവിടുത്തെ മുഖം വിനയപൂർവം തുടയ്ക്കുന്നു. ആ തൂവാലയിൽ തിരുമുഖം ചായ പതിയുന്നു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. ഈശോ കാലിടറി കുരിശോടുകൂടി രണ്ടാം പ്രാവശ്യം വീഴുന്നു. കുരിശിന്റെ കീഴിൽ ക്രിസ്തു ഞെരിഞ്ഞമരുന്നു. മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. ദേഹമാകെ വേദനിക്കുന്നു. പടയാളികൾ കുരിശു വലിച്ചു മാറ്റി അവിടുത്തെ നിർദ്ദയമായി വലിച്ചുയർത്താൻ ശ്രമിക്കുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ദുഃഖത്താൽ എന്റെ ഹൃദയം ഉരുകുന്നു. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. എങ്കിലും എന്റെ പിതാവ് എനിക്കു തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. من تم
ഗോൽഗോഥായിലേക്കുള്ള പാതയിൽ പതിവില്ലാതെ ആരവം കേട്ട് ഓർസ്ലേം സ്ത്രീകളും ഓടിവരുന്നു. അവർ ആദരിക്കുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ രക്തത്തിൽ കുളിച്ച് കുരിശുമായി നീങ്ങുന്നു. ഓശാന ദിനത്തിലെ ജൈവിളികൾ അവർ നിരാശയോടെ ഓർത്തു. അവിടുത്തെ ഒന്നാശ്വസിപ്പിക്കുവാൻ അനുകമ്പയോടെ കണ്ണുനീർ വാർത്തുകൊണ്ട് അവർ മുന്നിലെത്തുന്നു. അവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. പച്ചമരത്തോട് അവർ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഉണങ്ങിയതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പശ്ചാത്തപിക്കാൻ വിസമ്മതിച്ച ജെറുസലേം നഗരത്തിന് പതനം സംഭവിക്കുമെന്നും അവരുടെ മക്കളും ആക്രമണത്തിന് ഇരയാകുമെന്നും അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. ഏദനിൽ നിന്നും പറിച്ചു നടപ്പെട്ട പച്ചമരമായ അവിടുത്തോട് ഇത്രമാത്രം ക്രൂരത കാട്ടിയെങ്കിൽ ഉണക്കമരമായ ഈ ലോകമക്കൾ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവിടുന്ന് ദുഃഖത്തോടെ ഓർക്കുന്നു. മുന്നോട്ട് ചുവടുവെക്കുവാൻ അവിടുത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായതിനാൽ തല കറങ്ങുന്നു, ദേഹമാകെ വിറയ്ക്കുന്നു. അവിടുന്ന് 3-ാം പ്രാവശ്യം നിലം പതിക്കുന്നു. സ്വയമൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. റോമൻ പടയാളികൾ മൃഗീയമായി അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ജീവിതയാഗം പൂർത്തിയാകാൻ ഇനി അധികം സമയമില്ല. യേശുവിൻ്റെ വിലാപയാത്ര കാൽവരിയിലെത്തുന്നു. പട്ടാളക്കാർ അവന് മീറ കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുന്നു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് പടയാളികൾ രക്തക്കറ പുരണ്ട അവിടുത്തെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. അവഹേളനത്തിൻ്റെ ആ നിമിഷങ്ങളിലും അവിടുന്ന് ശാന്തനായി നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടുത്തെ നഗ്നതയല്ല, മറിച്ച് താബോർ മലയിലേതുപോലെ അവിടുത്തെ മഹത്വം പ്രകാശിതമായി. അവിടുത്തെ തിരുവസ്ത്രങ്ങൾ അവർ 4 ഭാഗിക്കുന്നു. ഓരോരുത്തർ ഓരോ ഭാഗമെടുക്കുന്നു. അവൻ്റെ മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതിനാൽ അത് ആർക്ക് ലഭിക്കണമെന്ന് അവർ നറുക്കിടുന്നു. നഗ്നനായ ഈശോയെ കുരിശിൽ കിടത്തുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ആ കാഴ്ച കാണുമ്പോൾ ചുറ്റിക കൊണ്ടുള്ള ആദ്യത്തെ അടിയുടെ ശബ്ദം കാൽവരിയിൽ മുഴങ്ങുന്നു. അടിയുടെ ശബ്ദവും നാഥന്റെ നിലവിളിയും താഴ്വരയിൽ തട്ടി പ്രതിധ്വനിക്കുന്നു.
ചുറ്റിക പലവട്ടം ഉയർന്നു താഴുന്നു. ലോകത്തിലേക്ക് സകല കൃപകളും ഒഴുക്കുന്ന രക്ഷകന്റെ കൈകളിലേക്ക് കൂർത്ത ആണികൾ ആഴ്ന്നിറങ്ങുന്നു. നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് നടന്ന് മുള്ളുകളേറ്റ തൃപ്പാദങ്ങളിലും ആണി ആഴ്ന്നിറങ്ങുന്നു. മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ ഉയർത്തപ്പെട്ട കുരിശ്, അതിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ടു കിടന്ന് പിടയുകയാണ് നാഥൻ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട നാഥൻ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. അവസാന മണിക്കൂറിലെ കഠിന വേദനയിലും അമ്മയുടെയും പ്രിയ ശിഷ്യനായ യോഹന്നാന്റെയും ഭാവിയെക്കുറിച്ച് ആകുലനാകുന്ന നാഥൻ അമ്മയോട് അരുൾ ചെയ്യുന്നു, അമ്മേ, ഇത് നിന്റെ മകൻ. തുടർന്ന് ശിഷ്യനോട് അരുൾ ചെയ്യുന്നു, മകനെ, ഇതാ നിന്റെ അമ്മ. അപ്പോൾ സൂര്യനിരുണ്ടു, ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ആ സമയത്ത് കുരിശിൽ കിടന്നുകൊണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ഒരു തേങ്ങലായി ഉയർന്നു. കുരിശിൽ കിടന്ന വേളയിലും 22-ാം സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട് നാഥൻ യഹൂദരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയായിരുന്നിരിക്കാം. യഹൂദരുടെ പ്രാർത്ഥനകളിൽ അധികവും സങ്കീർത്തനങ്ങളായിരുന്നല്ലോ. കുരിശിൽ കിടന്ന നേരമത്രയും ദൈവപരിപാലനയുടെ തുടർന്നുള്ള ആ സങ്കീർത്തന ഭാഗങ്ങൾ അവിടുന്ന് ചൊല്ലുകയായിരുന്നില്ലേ? അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന 31-ാം സങ്കീർത്തന ഭാഗം എത്തിയപ്പോൾ ഈശോ മരണത്തോടടുത്തിരുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു.
അപ്പോൾ ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. മൃതശരീരങ്ങൾ ശാബത ദിവസം കുരിശിൽ കിടക്കാൻ പാടില്ലെന്നായിരുന്നു യഹൂദന്മാരുടെ ചട്ടം. ആ ശാബത ദിവസമാകട്ടെ ഒരു വലിയ ദിവസമായിരുന്നു. അതിനാൽ കുരിശിൽ കിടന്നവരുടെ കാലുകൾ തകർത്ത് അവരെ നീക്കം ചെയ്യാൻ യൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം